പിന്നെ ഇനി അഹദുഹ, അപ്പൊ സിത്തത്തുൻ എന്ന് പറഞ്ഞ ഫർളുകൾ 6 ഒന്നാമത്തത് നിയ്യത്തു റഫഇ ഹദസിൻ, അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. അപ്പൊ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക എന്ന് പറയുമ്പോ ഹദസിൻ എന്ന് നെക്കിറയാണ് അവിടെ പറഞ്ഞത് അല്ലേ. പിന്നെ അത് ഒരു ഇത്രാളുണ്ട് അവിടെ, അതിന് മറുപടി ശേഷം വരുന്നുണ്ട്. പിന്നെ നിയ്യത്ത് എന്ന് പറഞ്ഞപ്പോ നിയ്യത്ത് റഫഇ ഹദസിൻ, ആ നിയ്യത്ത് എന്ന് പറഞ്ഞതിന്റെ പിന്നെ ഇസ്തിലാഹ് അർത്ഥം എന്ത് എന്ന പോലെ ശറയിലെ അർത്ഥം എന്ത് എന്നൊക്കെ, അല്ല ലുഗത്തിലെ അർത്ഥം എന്ത് എന്നൊക്കെ ശേഷം പറയുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ പറഞ്ഞ എന്താ, നിയ്യത്ത് ചെയ്യണം, അതായത് ആ ഇബാദത്തിനോട് ചേർന്ന് വരുന്ന കരുതലിനാണല്ലോ നിയ്യത്ത് എന്ന് പറയാം, ആ നോമ്പിലൊഴിച്ച്. പിന്നെ ഇവിടെ ഷെർവാനി പറയുന്നുണ്ട് 6 കാര്യം അല്ലെ, സബഅത്തുൻ 7 കാര്യം നിയ്യത്തുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഹഖീഖത്ത്, അതിന്റെ ഹുക്മ്, അതിന്റെ മഹല്ല്, അതിന്റെ സമന്, അതിന്റെ കൈഫിയത്ത്, അതിന്റെ ഷർത്ത്, അതിന്റെ മഖ്സൂദ്. പിന്നെ അപ്പോ ലുഗത്തിൽ അതിന്റെ അർത്ഥം ഖസ്ദ് എന്നാണ്, ശറയില് ഖസ്ദുശ്ശൈഇ മുഖ്തരിനം ബി ഫിഅലിഹി എന്നാണ്. അതിന്റെ ഹുക്കുമെന്താ, ഹുക്കുമ് നിയ്യത്താണ്. ഹഖീഖത്തുൻ ഹുക്കുമുൻ മഹല്ലുൻ വസമൻ കൈഫിയത്തുൻ ഷർത്തുൻ വമഖ്സൂദുൻ ഹസൻ എന്നല്ലേ. അപ്പൊ അതിന്റെ അത് വാജിബാണ് ഗാലിബിലും. അതെ, ഗൈറ് ഗാലിബ് നിയ്യത്ത് നിർബന്ധമില്ലാത്തതാണ് എന്ത്, നിയ്യത്ത് ഗസ്ലിൽ മയ്യിത്തി. എവിടെ വേണ്ടത്, മഹല്ലുഹൽ ഖൽബു. അപ്പൊ ഖൽബല്ലാത്ത ലഫ്ള് കൊണ്ട്, നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വസമനുഹ അവ്വലുൽ ഇബാദാത്തി, ഇബാദത്തിന്റെ ആദ്യാണ് അത്. ഇല്ലാ ഫിസ്സൗമി, നോമ്പിലൊഴിച്ച്. പിന്നെ നോമ്പില് ഫജ്ർ തുടങ്ങുമ്പോ അല്ലല്ലോ നിയ്യത്ത് ചെയ്യേണ്ടത്, പ്രയാസമായി പോകും അങ്ങനെ വെച്ചാൽ, അതുകൊണ്ട് റുഖ്സയാക്കിയതാ. അപ്പൊ കൈഫിയത്തുഹ തഖ്തലിഫ് ബിഹസബിൽ അബ്വാബി വശർത്തുഹ ഇസ്ലാമുൻ നാമീദത്തു വതമ്മീസുഹു വഇൽമുഹു ബിൽ മൻവി വഅദമു ഇത്യാനിഹി ബിമുനാഫിഹാ എന്നിങ്ങനെ. പിന്നെ വൽ മഖ്സൂദു ബിഹാ തമ്മീസുൽ ഇബാദത്തി അനിൽ ആദത്തി. അപ്പൊ നിയ്യത്തു റഫഇ ഹദസിൻ, അശുദ്ധിയെ ഉയർത്തുന്നു. അശുദ്ധിയെ ഉയർത്തുക എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ അശുദ്ധിക്ക് 3 അർത്ഥം പറഞ്ഞു. നേരത്തെ പറഞ്ഞ സബബുകൾ പറഞ്ഞു, 4 സബബ്, ഇതിനെ ഹദസ് എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ്, പിന്നെ മുമ്പ് ഒരു ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ അല്ലെങ്കിൽ അതിന്റെ അസർ എന്നിങ്ങനെ 3 അർത്ഥം പറഞ്ഞു. അപ്പൊ അതിലിപ്പോ ഏതാ ഇവിടെ, അത് സബബാണ് ഉദ്ദേശത്തിന് ശേഷം പറയുന്നുണ്ട്. അപ്പൊ സബബിനെ ഉയർത്താൻ പറ്റുമോ, അല്ലെ മൻഇനെ ഉയർത്താൻ പറ്റുമോ? അതേതായാലും ഉയർത്താൻ പറ്റൂല. അപ്പൊ പിന്നെ അതിന്റെ ഹുക്കുമിനെ ഉയർത്താൻ പറ്റുള്ളൂ. അതായി റഫഉ ഹുക്കുമിഹീന, നിയ്യത്തു റഫഇ ഹുക്കുമി മജ്റൂർ. നേരത്തെ മത്തില് റഫഉ മജ്റൂർ അല്ലേ. അപ്പൊ അതേമാതിരി ഹിക്കായത്തിലാണല്ലോ, ഇങ്ങനെ തഫ്സീർ വരുമ്പോ ഹിക്കായത്തിലാണ് ഇറാബ് വരിക. ഐ റഫഇ ഹുക്കുമിഹി, അതിന്റെ ഹുക്കുമിനെ ഉയർത്തുക എന്നാണ്. ഏതുപോലെ ഹിർമത്തിന് അഹ്വിസ്സലാത്തി, നിസ്കാരം പോലത്തതിന്റെ ഹിർമത്ത് പോലെ, അതാണ് അതിന്റെ ഹുക്കുമ് എന്ന്. അപ്പൊ അവിടെ നഹ്വിസ്സലാത്തിന്ന് നഹ്വുള്ളത് കൊണ്ട് പിന്നെ ഹിർമത്തിന് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ചിലപ്പോ. ഇവര് ചിലരങ്ങനെ പറഞ്ഞു. അപ്പോ റഫഉ ഹുക്കുമിഹി, നിസ്കാരം പോലത്തെ ഹറാമ്, അത് മാത്രമേ ഉള്ളൂ ഹുക്കുമ്. നിസ്കാരം പോലത്തെ ഹറാമാകുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഹുക്കുമ്. ഹുക്കുമ് അത് മാത്രമല്ലല്ലോ, ചില കാര്യം കറാത്താകുന്നില്ലേ ഒന്നുമില്ലാതെ. അപ്പൊ അത് അതിന്റെ ഹുക്കുമല്ലേ. അതായിരിക്കും ഇബ്നു ഹജർ തങ്ങൾ അവിടെയും കാഫ് കൊടുത്ത് പിന്നെ നഹ്വും കൊടുത്ത്, നിസ്കാരം പോലത്തെ ഹറാമാകുക എന്നുപോലെ കറാത്തായതോ അതും ഇതിന്റെ ഹുക്കുമ് ഉയർത്തൽ തന്നെയല്ലേ. ഹുക്കുമ് അങ്ങനെ ആമാണല്ലോ. പിന്നെ അന്നൽ ഖസ്ദ മിനൽ വുളൂഇ റഫഉ ദാലിക, കാരണം വുളൂ കൊണ്ട് ഉദ്ദേശം എന്താണ്, ആ ഹുക്കുമ് ഉയർത്തലാണ്, അല്ലാതെ ആ സബബ് ഉയർത്താൻ കഴിയൂല. നേരത്തെ മൂത്രമൊഴിച്ചു, ഇനിയിപ്പോ എന്താക്കാൻ പറ്റും, അതൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്നപോലെ ആ എന്താണ്, മുമ്പുള്ളതിനെ ഉയർത്തിയാല് നമ്മൾ മുമ്പ് നഖലിന്റെ അവിടെ പറഞ്ഞ പോലെ വരും. അപ്പൊ അതിന്റെ ഹുക്കുമ് നിസ്കാരം പോലത്തെ ഹറാമാകുക എന്ന് പറഞ്ഞതിനെയാണ് ഉയർത്തുന്നത്. ഫൈദാ നവാഹു ഫഖത്ത് തഅറള ലിൽ മഖ്സൂദി,
അപ്പൊ വേറൊരു വിഷയം, റഫു ഹദസ് എന്ന് പറഞ്ഞാൽ ഹദസ് ഏതായാലും ഉയരൂല. അപ്പൊ അതിന്റെ എന്താണ് ഹുക്കുമാണ് ഉയർത്തുന്നത്. അപ്പോ ഇഷ്കാല് റഫു ഹദസ് എന്നുള്ള നിയ്യത്ത് മതിയാവൂലല്ലോ, പിന്നെന്ത് വേണം? റഫു ഹുക്മി ഹദസിൻ എന്ന് നിയ്യത്ത് ചെയ്യണ്ടേന്നാ. അപ്പൊ അതിന്റെ മറുപടിയാണ് ലിഅന്നൽ ഖസ്ദ മിനൽ വുളൂഇ റഫഉ ദാലിക. അപ്പൊ ആ ഹുക്കും ഉയർത്തലാണ്. അപ്പൊ അതുകൊണ്ട് ഫൈദാ നവാഹു, അപ്പൊ ആ പിന്നെ ഹദസിനെ ഉയർത്തുന്നു എന്ന് കരുതിയാൽ, ഫൈദാ നവാഹു എന്ന് പറഞ്ഞാല് ദാലിക്കന്റെ ഇശാറത്തെ ഹുക്കുമിനെ ഉയർത്തല്, നവാഹു എന്ന് പറഞ്ഞാൽ റഫഉ ഹദസ് എന്ന് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫഖത്ത് തഅറള, അപ്പൊ അവന് തഅറുളായി. എന്തിലേക്ക്? ലിൽ മഖ്സൂദി, ആ ഉളുവിന്റെ മഖ്സൂദിലേക്ക് തഅറുളായി. അപ്പൊ അതെന്നെ മതിയെന്നർത്ഥം. പിന്നെ എന്ത് വേണ്ട, അവിടെ ഹുക്കും നിയ്യത്തിലെ ഹുക്കുമൊന്നും കൂട്ടേണ്ടതില്ല. ഫല ഹദസൂന, അപ്പൊ ഇവിടെ ഹദസിന്റെ അർത്ഥമല്ല അസ്ബാബു, അസ്ബാബ് എന്നാണ്. ലിഅന്ന തിൽക്കല ഹിർമത്ത മുത്തറത്തിബത്തുൻ അലൈഹ, ആ നിസ്കാരം പോലത്തെ ഹിർമത്ത് എന്തിന്റെ മേൽ? ഈ അസ്ബാബിന്റെ മേൽ തറത്തുബാകുന്നതാണ്. ഇനി വയസിഹു അയ്യുറാദ ബിഹി അൽ മാനിഉ, മുമ്പ് പറഞ്ഞ അവയവങ്ങളിലുള്ള എന്താണ് മാനിഉ എന്നുള്ള ആ മാനിഉ ആണെങ്കിൽ കരുതാം. പിന്നെ അല്ലെങ്കിൽ അവിൽ മൻഉ, അല്ലെങ്കിൽ മൻഉ, അതാണല്ലോ പിന്നെ ഒരർത്ഥം പറഞ്ഞത്. ഇങ്ങനെ മൂന്നർത്ഥല്ലേ കഴിഞ്ഞ, അതും കരുതാം, അതും സഹിയാവൂടെ. അപ്പോ നിയ്യത്ത് റഫഇ ഹദസിൻ എന്ന് പറഞ്ഞാൽ റഫഉ മാനിഅൻ യംനഉ മിൻ സിഹത്തി സ്വലാത്തി ഹൈസു ലാ മുറഖിസ, അല്ലെങ്കിൽ റഫഉ മൻഇൻ എന്നിങ്ങനെ. ഫലാ യഹ്താജു ലിതഖ്ദീരി ഹുക്മിൻ, അപ്പൊ അത് രണ്ടും കരുതിയാ പിന്നെ എന്താക്കേണ്ട ആവശ്യമില്ല, ഹുക്കുമൊന്ന് തഖ്ദീർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മാനി അതോടുകൂടെ അവസാനിച്ച് പിന്നെ അങ്ങോട്ട് എന്തില്ല, മൻ ഇല്ലാന്നർത്ഥം, അല്ലെ മാനിയില്ല ഒതെടുത്ത് കഴിഞ്ഞാല്. അപ്പൊ വേറൊരു വിഷയം, വൽമുറാദു റഫഉ മാ യസ്ദുഖു അലൈഹി ദാലിക, ഉയർത്തുക എന്ന് പറഞ്ഞത് കൊണ്ട് അതിന്റെ മാസതക്കാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ മഅരിഫയാക്കിയിട്ടില്ല. റഫ്ഉൽ ഹദസി എന്ന അൽ ഹദസി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് പറയാ അതിന്റെ മേലെടുത്ത ഹുക്കുമുകളും എന്ന പോലെ പിന്നെ മുഹററിലെ അൽ ഹദസ് എന്നുള്ള നിയ്യത്തു റഫ്ഉൽ ഹദസി എന്നുള്ള അത് നല്ലതാണ് എന്ന് പറഞ്ഞവരുടെ ഇത്തിറാദിന് മറുപടി അതെല്ലാം കൂടിയാ പറയുന്നത്. അതേപോലെ പിന്നെ വൽ മുറാദു റഫ്ഉ ഹദസ് എന്ന് പറഞ്ഞ ആ നിയ്യത്തിലെ മുറാദ് എന്താണ്? റഫ്ഉ മാ യസ്ദുഖു അലൈഹി ദാലിക. ആ റഫ്ഉ ഹദസ് മുറാദ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഉള്ള മുറാദ്? റഫ്ഉ ഹദസ് എന്നതിലെ ഹദസ് കൊണ്ടുള്ള മുറാദ്. ഹദസ് കൊണ്ടുള്ള മുറാദ് നേരത്തെ പറഞ്ഞ 3 മാനയും പറ്റും എന്ന് പറഞ്ഞു. അതല്ല, ഇവന് എന്താണ് ഒളു കൊടുക്കുമ്പോ, ഇവന് മൂത്രമൊഴിച്ചിട്ട് വന്ന് ഒളു കൊടുക്കുമ്പോ മൂത്രമൊഴിക്കൽ കൊണ്ടിട്ടുണ്ടായ ഒരു ഹദസ് ഉണ്ടല്ലോ, ഒരു മന്നും മാനിയും അല്ലെങ്കിൽ ആ സബബും. പിന്നെ അപ്പൊ ഇവൻ വന്ന് ഒളു കൊടുക്കുമ്പോ ഇവനെന്ത് വിചാരിച്ചു പോയി? മൂത്രമൊഴിച്ചപ്പോ എന്നുള്ളത് വിചാരിച്ചില്ല, ഒന്നീ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല, സബബൊന്നും വിചാരിച്ചില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്തു? ഇതല്ലാത്ത വേറൊന്ന് കരുതിപ്പോയി. പെണ്ണിനെ തൊട്ടപ്പോ ഉണ്ടായ ഹദസ് എന്ന് വിചാരിച്ചു പോയി. പക്ഷെ അതിന് മുമ്പ് മൂത്രമൊഴിച്ചിരുന്നു. അപ്പൊ എന്തായി? ഹദസ് ഉണ്ടായത് ശരിക്കും മൂത്രമൊഴിച്ചപ്പോഴാണല്ലോ. അപ്പൊ ഗൈറിനെ കരുതിപ്പോയി. അപ്പൊ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? മാ യസ്ദുഖു അലൈഹി ദാലിക എന്ന ഹദസ് എന്ന് പറഞ്ഞതിന്റെ മാസദഖാത്തുകൾ ഏതും എന്നാണ്. അതാ വൈന്നവ ഗൈറമാ അലൈഹി. അപ്പോ ഇവൻ എന്ത് ചെയ്തു? കരുതിയാലും ശരി, ഗൈറമാ അലൈഹി ഇവന്റെ മേലുള്ള ഒന്നല്ലാത്തത് കരുതിയാലും ശരി, അത് ശരിയാവുന്നർത്ഥം. പിന്നെ അതാണ് മുറാദ്, മാസതക്കാണ് മുറാദ്. അതിന് കായത്താം മിൻ അക്ബറ ഔ അസ്ഗറ. ഇവന്റെ മേലുള്ള ഒന്നെന്തിനാല്? ഒന്നീ വലിയ ശുദ്ധി, ഔ അസ്ഗറ അല്ലെ ചെറിയ ശുദ്ധി. പക്ഷെ ലാക്കിൻ ഗലത്തായിട്ടാണ് ഇവൻ കരുതിയത്. അപ്പൊ ഇവന്റെ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതുമ്പോഴേ അവിടെ
ഇതിപ്പോ ചെറിയ അശുദ്ധിയാണ് പറഞ്ഞത്. അപ്പോ അതിന്റെ സബബ് മാറിപ്പോകുന്നതാണ് ഇവരെ ഹാഷ്യക്കാരെല്ലാം എന്താണ് അതിന് ഉദാഹരണമായി പറയുന്നത്. അതല്ലാതെ അശുദ്ധി ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്യുമ്പോൾ വലിയ അശുദ്ധിക്ക് പകരം എന്താണ് ചെറിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതുന്നതോ, അല്ലെ ചെറിയ അശുദ്ധിക്ക് പകരം എന്താണ് വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതുന്നതോ അല്ല പറയുന്നത്. അതിന്റെ സബബ് മാറിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അത് അന്തായിട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഇംദാദിൽ ഉയർവുള്ളത്. അന്തിന്റെ ഉദാഹരണം പറഞ്ഞു. മാലൗനവ അദ്ദക്കറു റഫഅ ഹദസി നഹ്വിൽ ഹൈലി. അതോ ഹൈല് പോലത്തെ അശുദ്ധിയെ ഉയർത്തുന്നു എന്നൊരു പുരുഷൻ കരുതി. ഇതിൽ ആയുത്തസഫർ ഫീഹിൽ ഗലത്തു. അപ്പൊ അങ്ങനെ എന്താണ് സബബ് മാറിപ്പോകുന്നത്. വലത്തായി വന്നാൽ കുഴപ്പമില്ല. ലാ അന്തന അന്തായിട്ടാവുമ്പോ പറ്റൂല. കാരണം എന്താ ലിത്തലാഉബിഹി, അതിവൻ കളിക്കുന്ന കാരണത്താല്. അത് അന്തായിട്ടാവുമ്പോഴേ ഇനി വബിഹി യുറദ്ദു ഇസ്തിഷ്കാലു തസവ്വുരിഹി, ഈ പറഞ്ഞ ഇതുകൊണ്ട് റദ്ദ് ചെയ്യും. ദില്ലി തലാഉബിഹി എന്ന് പറഞ്ഞ മുസന്നിഫിന്റെ ഇബ്നു ഹജർ റഹിമഹുള്ളാഹിന്റെ ഖൗല് കൊണ്ട് റദ്ദ് ചെയ്യാം എന്നാ. എന്തിനാ ഇതെങ്ങനെ തസവ്വൂറാകുക എന്ന് ചോദിച്ചു. ഇപ്പൊ ബിഹി എന്ന് പറഞ്ഞാൽ ഈ തലാഉബിഹി എന്ന് പറഞ്ഞ കൈതുകൊണ്ട് തസവ്വൂർ എന്ത് തസവ്വൂറാകുക? ആ അന്ത് തസവ്വൂറാകല. അങ്ങനെ ഒതുകൊടുക്കുമ്പോഴേ ഇങ്ങനെ സബബ് മാറി ബോധപൂർവ്വം അങ്ങനെ ചെയ്യലെങ്ങനെ മൂത്രമൊഴിച്ച് വാരിയും തൊടുകയും ചെയ്ത്. എന്നാല് അങ്ങനെ വാരിയെ തൊട്ടത് കൊണ്ടുള്ള ഒതുമുറിയല് എന്താണ് അതുകൊണ്ടുണ്ടായ അശുദ്ധി വരുത്തുന്നത് എങ്ങനെ ബോധപൂർവം എന്താണ് തസവൂറാകുക നിഷ്കാലാക്കിയതിന് ഇതുകൊണ്ട് മറുപടി പറയാം. ഇത് തലാഉബ് വല്ലബസു കസീറമായ ഖൗമിൻ ളുഅഫാഇൽ ലുഖൂലി. കാരണം എന്താ ബുദ്ധി പറഞ്ഞ ആൾക്കാർ അങ്ങനെ പലതും ചെയ്യുന്ന. ഇത് തലാഉബ് അബസ് എന്ന് പറഞ്ഞ തലാഉബിന്റെ എന്താണ് തഫ്സീറാണ്. അപ്പൊ കൃത്യമായി ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ വേറെ ഒന്ന് ഉദ്ദേശിക്കുക. ഇത് ളുഅഫാഉൽ ലുഖൂലുള്ളവരുടെ ഷെയ്നാണ്. അവർ പലപ്പോഴും അങ്ങനെ ചെയ്യും. അതാ. ഇനി ഔ നഫാ ബഅദ അഹ്ദാസിഹി, അല്ലെങ്കിൽ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ നവാ ഗൈറമാ അലൈഹിന്റെ മേൽ അത്ഫ. അപ്പൊ വൈൻ നഫാ എന്നർത്ഥം. അപ്പൊ ഇവൻ നഫീ ചെയ്തു ബഅദ അഹ്ദാസിഹി, ഇവന്റെ അഹ്ദാസുകളിൽ നിന്നുള്ള ബഅലിനെ നഫീ ചെയ്തു. എന്നാലും കുഴപ്പമില്ല. ഔ നവാ റഫഅഹു ഫി സലാത്തിൻ വാഹിദത്തിൻ ദൂന ഗൈരിഹ, അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിന് വേണ്ടി മാത്രം ഉയർത്തുന്നു എന്ന് കരുതി. ദൂന ഗൈരിഹ, നിസ്കാരം അല്ലാത്ത ഒന്നല്ലാത്ത മറ്റൊന്നിനില്ല എന്നിങ്ങനെ. അപ്പൊ ഒരു നിസ്കാരത്തിന് വേണ്ടി മാത്രം ഉയർത്തുന്നു ഇങ്ങനെ കരുതി. ബഅദുൽ നഫീ ചെയ്യലെങ്ങനെ? ഇവന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്രമൊഴിക്കാൻ ഭാര്യയെ തൊടുകയും മലവിസർജനം നടത്തുക ഇങ്ങനെയല്ല ഉറങ്ങുകയെല്ലാം ചെയ്ത്. അപ്പൊ സംഗതി ഇതില് ഹഖീഖത്തില് ഹദസ് ഉണ്ടായത് ഒരു കാരണം കൊണ്ടാണല്ലോ, ആദ്യത്തത് കൊണ്ടാണ് അല്ലെ. അപ്പോഴ് എന്ത് ചെയ്തു? പിന്നീടുള്ളത് നേരത്തെ പറഞ്ഞ ഹദസ് എന്ന് പറഞ്ഞത് സംഭവമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ ഈ മാനിയ മന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽ തറത്തുബായി വരും. അതിന്റെ മേൽ തറത്തുബായി വരൂല. ആദ്യത്തോടുകൂടെ മൊയ്തായല്ലോ, പിന്നെ മുത്തവല്ലി ആയെങ്കിലല്ലേ പിന്നെ ഹദസ് വരുള്ളൂ. അപ്പോ അത് നോക്കാതെ മൊത്തത്തിൽ കൂട്ടേണ്ടി വരും. എന്നാലേ നഫാ ബഅദ എന്നുള്ള പറയാൻ പറ്റുള്ളൂ. ലിഅന്നഹു ലാ യതജസ്സഉ. അപ്പൊ ഈ എന്താണ് ബഅലിനെ നഫീ ചെയ്യുന്ന സ്ഥലത്തും എന്ന പോലെ ഈ ഒരു നിസ്കാരത്തിന് മാത്രം ഉയർത്തുന്നു എന്ന് പറയുന്ന സ്ഥലത്തൊന്നും കുഴപ്പമില്ല. ലിഅന്നഹു, കാരണം ഹദസിന്റെ റഫഉൽ ഹദസ് എന്ന് പറഞ്ഞത് ലാ യതജസ്സഉ, അത് ജുസ് ആകുന്നതല്ല. ഒന്ന് അതിന്റെ ഒരു ഭാഗം ഉയരട്ടെ, വേറൊരു ഭാഗം ഉയരണ്ട. ഒരു നിസ്കാരത്തിന് ഉയരട്ടെ എന്ന് പറയുമ്പോ അല്ല അബൻ എത്ര വിചാരിച്ചാലും അത് മുഴുവൻ നിസ്കരിക്കാമല്ലോ. അപ്പോ ഇതൊരു ജുസിനെ ഉയർത്തലല്ലേ, അങ്ങനെ ജുസ് ആയിട്ട് ഉയരുന്നതല്ലത്. ഫൈദർത്തഫാ ബഅലുഹു, അപ്പോ ജുസ് ആകാത്ത സ്ഥിതിക്ക് അതിന്റെ ബഅലു ഉയർന്നു കഴിഞ്ഞാൽ ഇർത്തഫാ കുല്ലുഹു, അത് മുഴുവൻ
ഉയർന്നു. അപ്പൊ ബഅദ് നഫി ചെയ്ത് നഫി ലഘുവാണ്, അല്ലെ ഒരു നിസ്കാരത്തിൻ്റെത് എന്ന് വിചാരിച്ചാൽ അത് ലഘുവാണെന്ന് അർത്ഥം. എന്ന പോലെ വലാ യുആറളു ബിളിദ്ദിഹി, അതിന്റെ ലിദ് കൊണ്ട് മുആറള ചെയ്യപ്പെടുന്നതും അല്ല. ലായത്ത ജസവിന്റെ മേലത്തുഫാണ്. വലാ യുആറളു ബിളിദ്ദിഹി എന്ന് പറഞ്ഞാല് ആ മുർത്തഫിയായ ബഅലിന്റെ ലിദ്, ഇദർത്തഫ ബഅലുഹു എന്ന് പറഞ്ഞില്ലേ, ആ ബഅലിലേക്കാണ് ബിളിദ്ദിഹി എന്ന് പറഞ്ഞ ലമീർ അടങ്ങുന്നത്. അപ്പൊ ആ ലിദ്ദും മുർത്തഫിയാണ്, അല്ല എന്താണ് ബഅലും മുർത്തഫിയാണത്. അതിന്റെ ലിദ് ഏതാ? ബഅലുൻ ഗൈറു മുർത്തഫി. അപ്പൊ ബഅലുൻ ഗൈറു മുർത്തഫി കൊണ്ട് മുആറള ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താകും? ആ ഇദർത്തഫ ബഅലുഹു എന്ന് പറഞ്ഞില്ലേ, ആ ബഅൽ ഉയരാതിരിക്കണം. പക്ഷെ അങ്ങനല്ല, മുആറള ചെയ്യപ്പെടൂല, മുഖാബലത്ത് ചെയ്യപ്പെടൂല. അപ്പൊ അത് ലിഅന്നൽ മുർത്തഫിയ ഹുക്കുമുൽ അസ്ബാബി ലാ നസ്സുഹാ. കാരണം എന്താ? ആ മുർത്തഫി എന്ന് പറഞ്ഞത് എന്തിന്റെ ഹുക്കുമാ? അസ്ബാബുകളുടെ ഹുക്കുമാണ്, അല്ലാതെ ആ അസ്ബാബുകളുടെ നഫ്സല്ല. അസ്ബാബുകളുടെ നഫ്സാണ് എന്നുണ്ടെങ്കിൽ ഒന്നിലധികം കാരണങ്ങളുണ്ടല്ലോ. അപ്പൊ ബഅലിനെ ബഅൽ കൊണ്ട് എന്ത് ചെയ്യുക? മുആറള ചെയ്യുക. അപ്പൊ അങ്ങനെ മുആറള ചെയ്യുമ്പോ ആ ഉയരും എന്ന് വിചാരിച്ച ബഅൽ ഉയർന്നില്ല, അപ്പൊ തീരെ ഉയർന്നില്ല. അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ പറയുന്നില്ല, അത് മുആറള വന്നാലാ. പക്ഷെ അവിടെ മുആറള വരൂല. വഹുവ, ഈ ഹുക്കുമുൽ അസ്ബാബ് എന്ന് പറഞ്ഞത് വാഹിദുൻ, അതൊന്നാണ്. തഅദ്ദദത് അസ്ബാബുഹു, ആ ഒന്നിന് അസ്ബാബ് കുറയുണ്ട് എന്നേ ഉള്ളൂ. വാഹിദിന്റെ അസ്ബാബ് കുറയുണ്ട് എന്നേ ഉള്ളൂ. വഹിയ ലാ യജിബു തഅറുദു ലഹ, ആ അസ്ബാബുകൾ അതിനെന്താക്കേണ്ട ആവശ്യമില്ല, പരാമർശിക്കേണ്ട ആവശ്യമില്ല വുളുവിന്റെ നിയ്യത്തില്. ഫലഹാ ദിക്റുഹ, അപ്പൊ ഓൻ അതിനെ പറഞ്ഞത് എന്താണ്? ബഅലിനെ പറഞ്ഞു, അല്ലെങ്കിൽ അതെ ബഅലിനെ പറഞ്ഞപ്പോ പിന്നെന്ത് ചെയ്തു? അത് ലഘുവായി പോയി എന്നാ. അപ്പൊ ബഅലിനെ നഫി ചെയ്തുകൊണ്ടാണല്ലോ അവൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഗൈറിനെ എന്താണ് പരാമർശിക്കുകയാണ് ചെയ്തത്, ഇവന്റെ മുകളിലുള്ള അല്ലാത്തൊരു സബബിനെ. അപ്പൊ ആ രണ്ട് രൂപത്തിലേക്കും മടങ്ങുന്നതാ അത്. വലാ യുആറളു ബിളിദ്ദിഹി എന്ന് പറഞ്ഞത്. ഇനി വഅല്ലാ യർഫഅഹു ഔ റഫഅഹു ഫി സലാത്തിൻ വഅല്ലാ യർതഫിഅ ലം യസിഹ ലിത്തനാഖുലി. അപ്പൊ ഇനി അവൻ കരുതിയാലെന്നാ, എന്തിനെ കരുതി? ഇനി അങ്ങനെ എന്താണ് നേരത്തെ പറഞ്ഞതെല്ലാം ശരിയാകുന്ന രൂപ അല്ലേ. ഇനി വലൗ നവാ റഫഅഹു, അതെ ഒരുത്തൻ കരുതി ആ അശുദ്ധിയെ ഉയർത്താൻ. വഅല്ലാ യർഫഅഹു, ഉയർത്തുക ഉയർത്താതിരിക്കുക, അങ്ങനെ രണ്ടും കൂടി കരുതി. അല്ലെങ്കിൽ ഔ റഫഅഹു ഫി സലാത്തിൻ വഅല്ലാ യർതഫിഅ, ഒരു നിസ്കാരത്തിൽ അത് റഫ്ആകുക, വേറൊരു നിസ്കാരത്തിൽ എന്താണ് അത് റഫ്ആകാതിരിക്കുക. ഫി സലാത്തിൻ വഅല്ലാ യർതഫിഅ ഫി ഉഖ്റാന, മാന അങ്ങനെയാണ്. ലം യസിഹ, ഇത് ശരിയാവില്ല. ലിത്തനാഖുലി, ഈ പറഞ്ഞ തനാഖുലുണ്ട്, ആ തആറുലുണ്ട് എന്നർത്ഥം. അപ്പൊ ഒരു നിസ്കാരത്തിന് ഉയർത്തുക, മറ്റേ നിസ്കാരത്തിന് ഉയരണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ മറ്റേ നിസ്കാരത്തിന് ഉയരണ്ട എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതിലില്ല. ഒരു നിസ്കാരത്തിന് ഉയർത്തുക എന്നേ ഉള്ളൂ. റഫഅഹു ഫി സലാത്തിൻ വാഹിദത്തിൻ ദൂന ഗൈരിഹ എന്ന് പറയുന്നിടത്ത് അല്ലാ യർതഫിഅ ഫി ഉഖ്റ എന്നുള്ളതിൽ ഇവന്റെ നിയ്യത്തിൽ വന്നിട്ടില്ല. അവിടെ നിയ്യത്തിലുള്ളത് ഒരു നിസ്കാരത്തിന് ഉയർത്തുക എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുമായിട്ട് എന്താവൂല, രണ്ട് മസലയാവൂല. രണ്ട് മസല രണ്ട് ഹുക്കുമല്ല. അവിടെ ശരിയാവുന്നു, ഇവിടെ ശരിയാവൂല എന്നല്ലേ. പിന്നെ ലിത്തനാഖുലി, അപ്പൊ തനാഖുലുണ്ട് അവിടെ. വകദാ ലൗ നവാ യുസല്ലിയ ബിഹി ബിമഹല്ലിൻ നജിസിൻ, നജസായ മഹല്ലിൽ നിസ്കരിക്കാൻ വേണ്ടി വളു ഉണ്ടാക്കുന്നു എന്ന് കരുതിയാൽ ശരിയാവും. അതില്ല എന്നാ. അത് ശരിയാകാതിരിക്കാൻ കാരണം എന്താ? അത് ഇവന് തലാഉബാണ്, അതൊരു ലാബാണ്. അല്ലെങ്കിൽ ഇവൻ മഅസിയത്താണ് കരുതിയത്, അതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ നിയ്യത്ത് ശരിയാവൂല. ഇനി ഖീല തഅബീറു അസ്ലിഹി ബിറഫഇൽ ഹദസി ഔലാ, അൽ ഹദസ് എന്നാണ് അസ്ൽ മുഹററിലുള്ളത്, അത് ഔലയാണെന്ന് പറഞ്ഞില്ലേ. അന്ന അൽ ഫീഹി ലിൽ അഹദി, അവിടെ അൽ ഹദസ് എന്ന് പറഞ്ഞാൽ അലിഫ് ലാം അഹദിനാണ്. ഈ അല്ലദി അലൈഹി എന്നാണ്.
അപ്പോ എന്താണ് റഫഉൽ ഹദസി എന്ന് പറയുമ്പോ എന്റെ മേലുള്ള അശുദ്ധിയെ ഞാൻ ഉയർത്താൻ നിയ്യത്ത് ചെയ്യുന്നു എന്നാവും. അപ്പൊ എന്റെ മേലുള്ള അശുദ്ധി എന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ ഒന്നും വരൂലല്ലോ. വേറെ കരുതുക, ബയല് കരുതുക, ബയലിനെ നഫീ ചെയ്യുക, ഈ പറഞ്ഞ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഔലി ഷുമൂലി, അല്ലെങ്കിൽ എന്താണ് അത് ഷുമൂലിനാണ്, അഹദിനാണ്, അല്ലെ ഇസ്തിഗ്റാഖിനാണ് അർത്ഥം. ഇസ്തിഗ്റാഖ് എങ്ങനെ ഉമൂമിയായ ഇസ്തിഗ്റാഖ്, അതാ അദ്ദാഖിലു ഫീഹി മാ അലൈഹി, അപ്പോ എല്ലാ ഹദത്തിനെയും ഉയർത്തുന്നു എന്നാവും അർത്ഥം. നിന്റെ മേലുള്ള അശുദ്ധിയെ ഉയർത്തുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന അനുസരിച്ച് എല്ലാ അശുദ്ധിയും ഉയർത്തുന്നു എന്നോ. എല്ലാ അശുദ്ധിയും ഉയർത്തുന്നു പറഞ്ഞാൽ ഇവന്റെ അടുത്ത് ഇവനെല്ലാം ചെയ്തോ? ഇവനെല്ലാം ചെയ്തില്ലല്ലോ. ആ അസ്ബാബുകളെല്ലാം ചെയ്തില്ലെങ്കിലോ? ഇല്ലെങ്കിൽ അത് അതിൽ പെടുമല്ലോ. അദ്ദാഖിലു ഫീഹി മാ അലൈഹി, ഇവന്റെ മേലുള്ളത് അതിൽ പെടുന്നുണ്ട്. അപ്പൊ ബിഖിലാഫി തൻകീരി, അപ്പോ ഈ ഭാരത്തിന് എന്താ മോശം? ഇവിടെ നെക്കിറയാണ് അല്ലെ, തൻകീറിനെതിരായിട്ട്. കാരണം എന്താ? അന്നഹു യദ്ഖുലു ഫീഹി നിയ്യത്തു മാലം യകുൻ അലൈഹി, അതില് ഇവന്റെ മേലില്ലാത്ത ഒന്ന് പെട്ടുപോകും. അപ്പൊ ആ ഇസ്തിഗ്റാഖിനാക്കുമ്പോഴും പെടൂലേ നിഷ്കാല് വരും അല്ലെ. ഇസ്തിഗ്റാഖിനാക്കുമ്പോ നേരത്തെ പറഞ്ഞില്ലേ ലിഷുമൂലി ദാഖിലു ഫീഹി മാ അലൈഹി, അതിൽ ഇവന്റെ മേലുള്ളത് പെടുന്നുണ്ട്, വേറെ ഏതാ ഇവന്റെ മേലില്ലാത്തതും പെടുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഇത്രാളുകാർ പറഞ്ഞ എന്ത് ഇത്രാളിൽ അന്നഹു യദ്ഖുലു ഫീഹി നിയ്യത്തു മാലം യകുൻ അലൈഹി എന്ന് പറഞ്ഞാല് അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഷാമില ഷുമൂലിനാകുമ്പോ ഇവന്റെ മേലുള്ളതും അല്ലാത്തതും പെടുന്നത്. ഈ തൻകീറിനാവുമ്പോ എന്താണ്? ഇവന്റെ മേലില്ലാത്തതല്ലേ അവിടെ ഉണ്ടാകുക. ഇവന്റെ മേലില്ലാത്തതിനെ കരുതൽ അതിൽ വന്നു പോകും, ഉള്ളത് പെടാത്ത രീതിയിൽ ഇല്ലാത്തത് കരുതൽ വന്നു പോകുന്ന പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ രണ്ടും രണ്ടാവും. പിന്നെ അത് നേരത്തെ പറഞ്ഞ വയറ് കരുതിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആ മസല വരിക. പിന്നെ അപ്പൊ അതിന്റെ മലയാളാർത്ഥം നിയ്യത്തു റഫഇ ഹദസിൻ എന്ന് പറഞ്ഞാല് ഒരശുദ്ധിയെ ഉയർത്തുന്നു എന്നല്ലേ ആവുള്ളൂ. ആ ഒരശുദ്ധി എന്ന് പറഞ്ഞാൽ ഏതും ആകാലോ. ഇവന്റെ മേലുള്ളതും ആകാം, ഇവന്റെ മേലുള്ളത് അല്ലാത്തതും ആകാം. നിക്കിറ റജുലു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ലേ, ഒരാണ് എന്നാ, ഇമ്രാത്തിന് ഒരു പെണ്ണ് എന്നല്ലേ, ഏതും ആകാലോ എന്ന പോലല്ലേ ആകുക. പിന്നെ വയുറദ്ദു, ആ ഖീല റദ്ദ് ചെയ്യപ്പെട്ടു. ബി അന്ന ഫീഹി ഈഹാമു ഈഹാമ ഇശ്തിറാത്തി തഅരീഫി ഫിന്നിയ്യത്തി, അങ്ങനെ പറഞ്ഞാല് മഅരിഫ കൊണ്ടുവന്നാല് എന്തുവരും? അവിടെ നിയ്യത്തില് തഅരീഫ് ഷർത്താണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കും എന്നാ. പിന്നെ അപ്പൊ അത് ഷർത്തുണ്ടോ? അത് ഷർത്തില്ല. വഹുവ അളറു മിമ്മ ഔഹമഹു തൻകീറു, നെക്കിറ കൊണ്ട് ഈഹാമ് വരും എന്നാ പറഞ്ഞത് അല്ലെ. യദ്ഖുലു ഫീഹി നിയ്യത്തു മാലം യകുൻ അലൈഹി എന്ന് പറഞ്ഞൊരു ഈഹാമ്. അപ്പൊ അതും രണ്ടിനും ഈഹാമുണ്ട്. നെക്കിറ പറഞ്ഞാലും ഈഹാമുണ്ട്, മഅരിഫ പറഞ്ഞാലും ഉണ്ട്. അപ്പൊ നെക്കിറ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഈഹാമിനേക്കാൾ കൂടുതൽ അപകടമുള്ളത് ഏതാ? മഅരിഫ പറഞ്ഞാലുള്ളത്. അപ്പൊ അത് വേണ്ട. അതിനും പുറമെ അലാന്ന തഅരീഫ യൂഹിമു ഐലൻ, നെക്കിറക്ക് മഅരിഫക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈഹാമുണ്ട്, അതല്ലാതെ വേറെ ഈഹാമ് തഅരീഫിനുണ്ട്. അപ്പൊ അത് നല്ലതാന്ന് പറയാനില്ല. അപ്പൊ അലറു എന്ന് പറഞ്ഞതിന്റെ മേലിൽ അലാവത്താണ്. അല അന്ന തഅരീഫ അൽഹദസ് എന്ന് പറഞ്ഞ തഅരീഫ് യൂഹിമു ഐലൻ, നേരത്തെ പറഞ്ഞിടത്തൊരു ഈഹാമുണ്ട് അല്ലെ. അതായത് ഏതാ? ഈഹാമു ഇശ്തിറാത്തി തഅരീഫി ബിന്നിയ്യത്തി എന്ന് പറഞ്ഞ അതിന് പുറമെ അതാണ് ഈ ഐലൻ എന്ന് പറഞ്ഞ. അന്നഹു ലാ തസിഹു നിയ്യത്തു ഗൈരി മാ അലൈഹി, ഇവന്റെ മേലുള്ള ഒരു ഹദസ് അല്ലാത്തത് ഉയർത്തുക എന്ന നിയ്യത്ത് ശരിയാവൂല എന്ന് വരും മുത്തലഖൻ. അത് തലാഉബുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്തായാലും ഖത്ത് ആയാലും എന്നാണ്. അങ്ങനല്ലല്ലോ, അത് ഖത്ത് ആയിട്ടാണ് വലത്തായിട്ടാണ് പറ്റുന്നല്ലേ മുമ്പ് പറഞ്ഞത്. അപ്പൊ അതിനെതിരെ തോന്നിപ്പിക്കും. ഫസാവത്ത് തൻകീറു ഫീ ഹാദാ, അപ്പൊ നെക്കിറ തുല്യായി ഏത് വിഷയത്തില്? ഫീ ഹാദാ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈഹാമില് അല്ലെ. ഫൽ ഹഖു, അപ്പൊ ചുരുക്കം പറഞ്ഞാല് സത്യം എന്താ? അന്ന കുല്ലൻ അഹ്സന, രണ്ടും നല്ല തന്നെ. തൻകീറാക്കിയാലും നല്ല തന്നെ, തഅരീഫാക്കിയാലും നല്ല തന്നെ. മിൻ വജിഹിൻ, ഓരോ നിലക്ക്. മഅരിഫയാക്കുമ്പോ തൻകീറിന് കൊണ്ട് വരുന്ന രണ്ട് ഈഹാം ഇല്ലാതാവും. പിന്നെ എന്ന പോലെ നെക്കിറയാക്കുമ്പോഴോ മഅരിഫ കൊണ്ടുവരുന്ന രണ്ടില്ല ഈഹാം ഇല്ലാതാവും. അതാ അന്ന കുല്ലൻ അഹ്സനു മിൻ വജിഹിൻ വ അന്ന, ഒരു നിലക്ക് ഒരു നിലക്ക് എന്നർത്ഥം. അന്ന തൻകീറ അഖഫു ഈഹാമൻ,
എന്നാൽ നെക്കിരയാണ് അഹഫ് ഈഹാം. കാരണം നേരത്തെ പറഞ്ഞല്ലോ മറ്റേ മൈരിഫ ആകുമ്പോൾ അലറാണ് എന്ന് പറഞ്ഞില്ലേ. അലറും ഇമ്മാഹു തങ്കീറുന്ന് മറ്റേ പറഞ്ഞ രണ്ട് എന്താണ് ഈഹാമും തുല്യാണ്. ഈ ഒരു ഈഹാമിൽ ഇത് അഹഫാണ്. അപ്പോ നബീമ പറഞ്ഞ എന്നെ ഉഷാറ് എന്നാ. ഇനി അവ നിയ്യത്തി തഹാറത്തി അഹദുഹ നിയ്യത്തു റഫ്ഇ ഹദസിൻ ഔ നിയ്യത്തു തഹാറത്തി അനിൽ ഹദസി. അപ്പൊ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന്, അല്ലെങ്കിൽ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുന്നു നിയ്യത്ത് ചെയ്യുക. ഔ നിയ്യത്തു ഇസ്തിബാഹത്തി മുഫ്തഖരിൻ ഇലാ തുഹ്റിൻ, അല്ലെങ്കിൽ വുളുവിലേക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിനെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത്. ഹലാലാക്കാൻ വേണ്ടി വുളു എടുക്കുന്നു എന്നില്ല, ഹലാലാക്കുന്നു എന്നുള്ളത്. അതായത് ഈ ഫീല് ആ ഹലാലാക്കലാണ് എന്നാ. ഈ മുഖം കഴുകലേ, കയ്യും കാലും തലതടകൽ എന്ന് പറഞ്ഞാൽ ആ ഫീൽ ഉണ്ടല്ലോ, അത് അതിനെ ഹലാലാക്കലാണ്. അപ്പൊ അതോടുകൂടെ ഹലാലാവും. ഈ ഫീല് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ ഹലാലായല്ലോ. അപ്പൊ ഈ മുഫ്തഖരിൻ ഇലാ തുഹ്റിൻ എന്ന് പറഞ്ഞെടുത്ത് നിസ്കാരത്തിന് പോലത്തെ ഉദാഹരണം എടുത്ത് പറയണോ? അതിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്. അതിൽ ഖിലാഫുണ്ട്. ഇങ്ങനെ തന്നെ പറഞ്ഞാലും മതി. തുഹറിലേക്ക് ആവശ്യമുള്ള കാര്യം ഹലാലാക്കുന്നു, അല്ലെങ്കിൽ തുഹറിലേക്ക് ആവശ്യമുള്ള അല്ല നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നൊക്കെ. അപ്പൊ മുഫ്തഖിറുൻ ഇലാ തുഹ്റിൻ എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണമാവുമല്ലോ. അല്ലെങ്കിൽ തവാഫിനെ ഹലാലാക്കുന്നു എന്ന് പറയാം. അപ്പൊ തുഹർ എന്ന് പറഞ്ഞാൽ വുളു ഇൻ, അത് വുളു ആണ്. കമാ ഔമ ഇലൈഹി തഅബീറു ബിൽ ഇസ്തിബാഹത്തി. ഇസ്തിബാഹത്ത് എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് കിട്ടി ഈ തുഹർ എന്ന് പറഞ്ഞ വുളുവാണ്. അതായത് ഒരു ഇഷ്കാലിന് മറുപടി അത്. കാരണം എന്താ, തുഹർ എന്ന് പറഞ്ഞാല് വലിയ എന്താണ് അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയും പെടുമല്ലോ. അപ്പൊ ഇത് ശരിയാവുമോന്ന്, നീയത്ത് എങ്ങനെ ശരിയാകാന്ന് അതിന് പറഞ്ഞാൽ തുഹർ കൊണ്ട് ഉദ്ദേശം വുളുവാ. കാരണം എന്താ, ഇസ്തിബാഹത്ത് എന്ന് പറഞ്ഞ ഇബാറത്ത് കൊണ്ട് അതാണ് കിട്ടിയത്. അങ്ങനെ ഇസ്തിബാഹത്ത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് കിട്ടിയത്. കാരണം മുബീഹ വുളു ആണ് എന്നാ പറയുന്നത്. മുബീഹ വുളു ആണ് നിസ്കാരത്തിന്റെ മുബീഹ്. വലിയ അശുദ്ധി ഉയർന്നതുകൊണ്ട്, വലിയ അശുദ്ധി ഇല്ലാത്തവനായതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? അത് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ മുബീഹ് എന്താണ്, വുളു ആണ്. അപ്പൊ ഇസ്തിബാഹത്ത് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് കിട്ടി എന്നാ. പിന്നെ അപ്പൊ മറ്റേ ചോദിക്കലോ, ഏത് ഉദാഹരണത്തിന് പള്ളിയിൽ താമസിക്കുക, അല്ലെ ഖുർആൻ ഓതുക, ഇത് പോലത്തത് പറഞ്ഞാല് അത് കൊണ്ട് കിട്ടൂല. കാരണം എന്താ, കാരണം അത് തഹ്സീലുൽ ഹാസിലാണ് എന്നാ പറയുന്നത്. ഷെർവാനി അവിടെ പറഞ്ഞില്ലേ, അന്നഹു ഖറജ ബി ഖൗലി ഇസ്തിബാഹ. ഇത് നിയ്യത്തു ഇസ്തിബാഹത്തി ഹിമ, പള്ളി താമസിക്കുക ഖുർആൻ ഓതുക ഇതിനെയൊക്കെ ഹലാലാക്കുക എന്ന് പറഞ്ഞ നിയ്യത്ത് തഹ്സീലുൽ ഹാസിലാണ്. പിന്നെ കാരണം വലിയ ശുദ്ധി ഇല്ലാത്തവനാണല്ലോ ഇത് പറയാ. പിന്നെ അപ്പൊ ഇവന് അത് എന്റെ ആവശ്യമല്ല. കാരണം ഇവനിപ്പൊ തന്നെ എന്ത് ചെയ്യാ, വലിയ ശുദ്ധി ഇല്ലാത്ത കുളിച്ചോനാണ് ഇത് പറയാ. ഒതുകൊടുക്കാൻ പോവല്ലേ. അപ്പോ ഇവന് ഈ ഒതുകൊടുക്കാതെ തന്നെ പള്ളി താമസിക്കാൻ ഖുർആൻ ഓതുകയും ചെയ്യാലോ. അപ്പൊ തഹ്സീലുൽ ഹാസിലാണ്. അങ്ങനെ കാരണം പറഞ്ഞിട്ടുണ്ട്. ആ നിലക്കാണ് ഇവിടെ ഇശാറത്ത് വന്നത്. അപ്പൊ അതെല്ലാം അലഹി പിന്നെ അതിന്റെ മേൽ അറിയിക്കുന്നുണ്ട് കൗലുഹു. ഏത് ഐ വുളൂൻ എന്ന് വുളൂഇൻ എന്ന് പറഞ്ഞ തഫ്സീർ ഉണ്ടല്ലോ, അതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. കമാ ഉമാ എന്ന് പറഞ്ഞ തഫ്സീറിന് സനതാണ്. തൂറ് കൊണ്ട് ഉദ്ദേശം വുളൂ ആണ്, അത് ഇഷ്കാലിന് ജവാബുമാണ്. കൗലുഹു ഔമാ യുന്തബുലഹുൽ വുളൂ എന്ന് ശേഷം പറയുന്നുണ്ട്. അപ്പൊ യുന്തബുലഹു അൽ വുളൂ എന്നാണ് ശേഷം പറയുന്നത്, അല്ലാതെ യുന്തബുലഹു തുഹ്റു എന്നല്ല. അപ്പൊ അവിടെ ഉളു എന്ന് ശരിയാക്കി. അപ്പൊ ഇവിടുത്തെ തൂറ് കൊണ്ട് ഉദ്ദേശം ഉളുവാന്നും തിരിഞ്ഞു. ഏതുപോലെ ഖിറാഅത്തിൻ ഫലാ എന്ന് പറയുന്നുണ്ട്. ഖിറാഅത്ത് പോലെ, ഖിറാഅത്തിന് ഉളു ഉണ്ടായാലും സുന്നത്താണ് ഫലാ. അപ്പൊ ആ നിയ്യത്ത് ശരിയാവൂല എന്ന് പിന്നെ മുസന്നിഫിന്റെ വാക്ക് തന്നെ അറിയിക്കുന്നുണ്ട്. വദാലിക കതവാഫിൻ, മുഫ്തഖിറുൻ ഇലാ തുഹ്ർ എന്ന് പറഞ്ഞത് അതിന് ഉദാഹരണം പറഞ്ഞു, തവാഫ് പോലെ. വൈങ്കാന ബി മിസ്ര, അതിനെ തവാഫ് പറഞ്ഞത്
അത് ഇപ്പൊ തന്നെ അവന് അത് സാധിച്ചോണമെന്നില്ല എന്നുള്ള ഒരു മുബാലകത്ത് പറയാൻ വേണ്ടി. ഇപ്പം മിസറിലാണുള്ളത്. മസലൻ മിസർ ഉദാഹരണം പറഞ്ഞ, ഇന്ത്യയിലായാലും മതി. പിന്നെ ഔ ഈദിൻ, അല്ലെങ്കിൽ എന്താണ് സ്വലാത്തുൽ ഈദൈൻ, അതിനെ എന്താണ് ഹലാലാക്കുന്നു ഇവൻ കരുതുന്നത്. പക്ഷെ കരുതുന്ന എപ്പോഴാ? വലൗഫി റജബ, അത് റജബ് മാസത്തിലാണ് കരുതുന്നത്. ഇനി റജബ് കഴിഞ്ഞ് ഷാബാനും റമദാനും കഴിഞ്ഞിട്ട് വേണ്ടേ പെരുന്നാൾ നിസ്കരിക്കാൻ? അപ്പോഴും മതി. അപ്പൊ ഇതിന്റെ ഉടനെ ഇത് ചെയ്യും എന്നവിടെ കരുതരുത്. അങ്ങനെ കരുതിയാൽ അതൊരു തലാവുബാണ്, അപ്പൊ ശരിയാവൂല എന്ന് ആശയക്കാർ പറയുന്നുണ്ട്. അപ്പൊ അതാ അന്ന നിയ്യത്ത മാ യതവഖഫ് അലൈഹി വഇല്ലം യുംകിൻഹു ഫിഅലുഹു മുതളമ്മിനത്തുൻ ലിനിയ്യത്തി റഫ്ഇൽ ഹദസീന. കാരണം ഇത് മതിയാവുന്ന പറയാൻ കാരണം അന്ന നിയ്യത്തമ, ഒരു കാര്യം നിയ്യത്ത് ചെയ്യുക, യതവഖഫ് അലൈഹി, അത് തവക്കുഫാവും. എന്തിന്റെ മേൽ? അലൈഹി വുളൂവിന്റെ മേൽ തവക്കുഫാവും. അങ്ങനത്തെ ഒരു ഇബാദത്തിനെ കരുതല്. വഇല്ലം യുംകിൻഹു ഫിഅലുഹു, ഇവന് സാധ്യമല്ല, സൗകര്യമല്ല, ഫിഅലുഹു, ആ ഒന്നിനെ, ആ ഒരു ഇബാദത്തിനെ ചെയ്യല് അങ്ങനത്തെ ഇപ്പൊ ചെയ്യാൻ കഴിയൂല, ഇല്ലെങ്കിലും ശരി എന്നർത്ഥം. അതിനെ കരുതല് മുത്തളമ്മിനത്തുൻ, അത് ഉൾക്കൊള്ളുന്നതാണ്. ലിനിയ്യത്ത് റഫഉൽ ഹദസി, റഫഉൽ ഹദസിന്റെ നിയ്യത്തിനെ ഉൾക്കൊള്ളിക്കും. അപ്പൊ അതുകൊണ്ട് മതി. വലാഹിറുൻ അന്നഹു ലൗ ഖാല നവൈതു ഇസ്തിബാഹത മുഫ്തഖിരിൻ ലിവുളൂഇൻ അജ്സഅഹു. അതാ തവാഫ് പോലത്തെ ഉദാഹരണം പറയണമെന്നില്ല എന്നാ പറയുന്നത്. നവൈതു ഇസ്തിബാഹത മുഫ്തഖിരിൻ ലിവുളൂഇൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് മതി. അജ്സഅഹു. വഇല്ലം യഖ്തുർ ലഹു ശൈഉം മിൻ മുഫ്രദാതിഹി, ആ മുഫ്തഖിറുൻ ലിവുളൂഇന്റെ മുഫ്രദാത്ത് ലമീർ അതിലേക്കാണ് വണങ്ങുന്നത്. അതിന്റെ മുഫ്രദാത്തുകളിൽ നിന്ന് ഒന്നും ഇവന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിലും, ഖത്തറ എന്ന് പറഞ്ഞാൽ ഹലറ ഫിദ്ദിഹിനി എന്ന, ഹലറ ഫിൽ ബാലി, മനസ്സിൽ വരിക, ഒന്നും മനസ്സിൽ വന്നിട്ടില്ല എന്നാലും മതി. പിന്നെ വകൗനു നിയ്യത്തിഹി ഹിനൈൻ തസ്ദുഖു ബിനിയ്യത്തി വാഹിദിൻ മുബ്ഹമിൻ മിമ്മാ യഫ്തഖിറു ലഹു ലാ യദുറു. അപ്പൊ ഇവിടെ ഒരു മുബ്ഹമല്ലേ കരുതുന്നുള്ളൂ, ഒരു മുഅയ്യന് കരുതുന്നില്ലല്ലോ, അത് പ്രശ്നമില്ല. വകൗനു നിയ്യത്തിഹി, അവന്റെ നിയ്യത്ത് ഹിനൈദിൻ, ഇങ്ങനെ മുഫ്രദാത്തിലേക്ക് ദാറുലാകാതിരിക്കുമ്പോ തസ്ദുഖു, ആ നിയ്യത്ത് സാദിഖാകും. എന്താണ് ആ നിയ്യത്ത്? സാദിഖാണ്. ബിനിയ്യത്തി വാഹിദിൻ മുബ്ഹമിൻ, ഒരു മുബ്ഹം, മുബ്ഹമായ അവ്യക്തമായ ഒന്നിനെ കരുതി എന്നല്ലേ പറ്റുന്നുള്ളൂ, എന്നല്ലേ സാധിക്കാവുന്നുള്ളൂ. മിമ്മാ യഫ്തഖിറു ലഹു, ആ ഉളു, പിന്നെ മിമ്മ ഒരു ഇബാദത്ത്, അത് ആവശ്യമാണ് ലഹു ഉളുവിലേക്ക്. അപ്പോ ആ തുഹറിലേക്ക് ഉളുവിലേക്ക് ആവശ്യമുള്ളവര് മുബ്ഹമായ ഒന്നിനെ കരുതി എന്നല്ലേ നിയ്യത്ത് സാധിക്കാവുന്നുള്ളൂ. ലാ യദുറു, അങ്ങനെ ആകല് ദററില്ല. കാരണം എന്താ? അതിന്റെ സിഹത്തിനെ ബാധിക്കൂല. യദുറു ലാ യദുറു എന്നൊക്കെ പറയുന്നതിന്റെ പൊതുവെ അർത്ഥം അങ്ങനെയാ. സിഹത്തിന് ലാറാകുക, സിഹത്തിന് ലാറാകാതിരിക്കുക എന്നൊക്കെയാ. ലിഅന്നഹുമായ ദാലിക മുത്തളമ്മിനുൻ ലിനിയ്യത്തി റഫ്ഇൽ ഹദസി. കാരണം എന്താ? ഇതോടുകൂടെ തന്നെ റഫ്ഉൽ ഹദസ് എന്ന് പറഞ്ഞ നിയ്യത്തിനെ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ, അത് മതിയെന്നർത്ഥം. പിന്നെ ഔ നിയ്യത്തു അദാ ഫർളിൽ ഉളൂഇ, അല്ലെങ്കിൽ ഉളൂവിന്റെ ഫർളിനെ വീട്ടുന്നു എന്ന് കരുതുക. ഒളുവിന്റെ ഫർള് എന്നാ, അതെ ഒളു എന്ന ഫർള് എന്നാ, ഒളുവിന്റെ ഫർള് എന്നല്ലേ, മോൻ കഴിയുന്ന ഒളുവിന്റെ ഫർളല്ലേ?